നമസ്കാരം. കൈരളി വി ചാനലിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സക്സസ് ലൈൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റായ ഷാർജയിലാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പങ്കുവഹിക്കുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ, അവരുടെ വിജയകഥ നമ്മളിവിടെ പറയുമ്പോൾ, വിജയത്തിലേക്കുള്ള പാത നമ്മളൊന്ന് അന്വേഷിക്കുമ്പോൾ തീർച്ചയായും നമുക്കതിൽ കണ്ടെത്താനാവും അവരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും കഠിനാധ്വാനവും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി കഴിഞ്ഞ 27 വർഷക്കാലമായി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്തിനും നാഗർകോവിലിനിടയ്ക്കുള്ള തിരുവാങ്കോട് എന്ന പ്രദേശത്ത് ജനിച്ച് ഇന്ന് വളരെ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയി മാറിയ, അതോടൊപ്പം തന്നെ ഒരു നല്ല എംപ്ലോയിയും കൂടിയാണ് അദ്ദേഹം. ഖലീഫ സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആൻഡ് കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം, സുൽത്താൻ ഹമീദ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പ്രൊഫഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു സ്ഥാപനവും നടത്തുന്നു. അതോടൊപ്പം തന്നെ ഖലീഫ സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആൻഡ് കൺസൾട്ടൻറ്റ്. കഴിഞ്ഞ 27 വർഷക്കാലമായി പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഒട്ടനവധി അനുഭവങ്ങൾ പറയാനുണ്ട് പ്രവാസ ജീവിതത്തെക്കുറിച്ചുള്ള. അതിനു മുമ്പ് നമുക്ക് തിരുവാങ്കോട് എന്ന ഗ്രാമത്തിലേക്ക് പോവാം. നാഗർകോവിലിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം, പണ്ട് കേരളത്തിൻ്റെ സ്വന്തമായിരുന്ന സ്ഥലം, ഇന്ന് തമിഴ്നാടിന് അവകാശപ്പെട്ടത്. ആ തിരുവാങ്കോട് എന്ന പ്രദേശത്താണ് താങ്കളുടെയും ജന്മദേശം. എങ്ങനെയായിരുന്നു ആ ഒരു പ്രവാസ ജീവിതത്തിലേക്കുള്ള യാത്ര? ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ, ഈ തിരുവിതാംകൂട് എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന സ്ഥലമാണ്. പിന്നീട് ഈ പാലക്കാടൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ ഈ സ്ഥലം ഒന്ന് അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ കേരളവുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഈ തിരുവിതാംകൂട്. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പിതാവിന് എന്ത് ജോലിയായിരുന്നു? വാപ്പ ആക്ച്വലി ഒരു സോഷ്യൽ വർക്കറായിരുന്നു. പുള്ളി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു, സ്കൂളിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഫെഡറൽ ജമാഅത്ത് എന്നുണ്ട്, ഒരു 48 ജമാഅത്തിൻ്റെ ഫെഡറൽ സെക്രട്ടറി ആയിരുന്നു. നല്ലൊരു സ്പോർട്സ്മാനും കൂടിയായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു താങ്കൾ? ഞാൻ മൂത്ത മോനാണ് ആക്ച്വലി. എത്ര പേരായിരുന്നു താഴെ? എൻ്റെ താഴെ ഒരു എഞ്ചിനീയറുണ്ട് റെയിൽവേയിൽ. ഈസ് ഡൂയിങ് വോളണ്ടറി റിട്ടയർമെൻറ്റ് മേടിച്ചിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇളയത് 2 ബ്രദേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സിസ്റ്റർ നാട്ടിൽ. മൊത്തം 5 പേർ. ആദ്യം ഗവൺമെൻറ് ജോലി, സെൻട്രൽ ഗവൺമെൻറ്. ആക്ച്വലി എന്താ പറഞ്ഞാൽ, ഞാൻ BSc കഴിഞ്ഞിട്ട് MScക്ക് പോകുമായിരുന്നു. അപ്പോൾ MSc പോകുമ്പോഴാണ് എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി കിട്ടിയത്, റെയിൽവേയിൽ. അതിൽ അങ്ങനെ ഞാൻ 82 to 87 വരെ അവിടെ ജോലിയിലായിരുന്നു, ചെറിയൊരു ശമ്പളം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പ്രദീപ് കുമാരൻ നായർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാ, യു ആർ എ കേപ്പബിൾ ആൻഡ് കാലിബർ ഉള്ള ഒരാളാണ്, എന്തിനാ വൈ ഷുഡ് യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ് ഹിയർ, അപ്പോൾ എന്തായാലും നീ ഗൾഫിലേക്ക് പൊയ്ക്കുമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വരാനുള്ള ഒരു പ്രചോദനം തന്നത് എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സാധാരണ ശമ്പളം, ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നിന്ന് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് 87 ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഒരു 20% പോലും അന്ന് ഉണ്ടായിരുന്നില്ല. വളരെ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
ദുബായിൽ നിന്ന് അബുദാബി പോകണമെങ്കിൽ അന്ന് ഒരു റോഡേ ഉണ്ടായിരുന്നു, 2-way റോഡ്. ആ കാലഘട്ടത്തിൽ ഇവിടെ 87 വന്ന് ഞാൻ ഒരു കേഷ്യറായിട്ടാണ് ജോയിൻ ചെയ്തത്, ചെറിയൊരു ശമ്പളത്തിൽ. ഏത് കമ്പനിയിലായിരുന്നു? യൂണിയൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ഷാർജയിലാണോ? ദുബായിൽ. അപ്പോൾ അന്ന് അതിൻ്റെ ജനറൽ മാനേജർ എന്നോട് പറഞ്ഞു, നിനക്കൊരു മാനേജറിയൽ പോസ്റ്റ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു, ബേസ്ഡ് ഓൺ യുവർ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ. പക്ഷേ യു ആർ അൺഎബിൾ ടു സ്പീക്ക് അറബിക്, നിനക്ക് അറബി സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, 45 ദിവസം ടൈം ഐ വിൽ ഗീവ് ടു യു. ആ 45 ദിവസത്തിൻ്റെ അകത്ത് നിൻ്റെ കഴിവുകൾ നീ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ മാനേജറിൽ പോസ്റ്റ് തരാം പറഞ്ഞത്. അങ്ങനെ ദൈവാനുഗ്രഹം 45 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ട് 2 മാസത്തിൻ്റെ അകത്ത് തന്നെ ഒരു ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട് സ്ഥാനം കിട്ടി. 45 ദിവസം കൊണ്ട് അറബിക്ക് നന്നായിട്ട് സംസാരിക്കില്ല, പറ്റിയില്ല. പിന്നെ അറബി ഒന്നും പഠിക്കാൻ പറ്റില്ല, 45 ദിവസം കൊണ്ട് ഒന്നും നടക്കില്ല. പക്ഷേ എനിക്ക് ആ സ്ഥാപനത്തിൽ അന്ന് ഒരു 10-50 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ കഴിവല്ല, അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു പ്രൂവ് യുവർ സെൽഫ്, യു വിൽ ബി അസൈൻഡ് ആസ് എ മാനേജർ ഓഫ് ദ ബ്രാഞ്ച്. അത് കിട്ടിയപ്പോൾ മനസ്സിൽ എന്തായിരുന്നു? മനസ്സിൽ ഒന്നുമില്ല, പടച്ചോൻ്റെ ഞാൻ അനുഗ്രഹം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നമ്മളെ കഴിവുകളിൽ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഒരു 3 വർഷക്കാലമായിട്ട് ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ എന്നെ പർച്ചേസ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ അയാൾ എൻ്റെ ബോസ് എന്ന് പറയുന്നത് ഒരു അറബ് രാജ്യക്കാരനായിരുന്നു. എന്നിട്ടും എത്രയോ അറബികൾ അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക പരിഗണന വന്നിരുന്നു. അയാളെന്നില്ല, മരിച്ചുപോയി. അയാളുടെ പേര് മുസല്ലം അബു റൈബാൻ. അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു? അവിടെ 88 to 2000. അത് കഴിഞ്ഞിട്ട് അവിടെ 2000 അവിടെ എമറിറ്റൈസേഷൻ ഉണ്ടായി, ലോക്കൽസിൻ്റെ ഫുൾ സെറ്റപ്പ് ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഷാർജ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഷാർജ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ട്. അവിടെ ഒരു 25 ബ്രാഞ്ച് 250 കിലോമീറ്റർ ഇതിൻ്റെ ഏരിയയിലുള്ളതാണ്. അവിടെ വന്ന് ഞാൻ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി, പർച്ചേസ് മാനേജർ ആൻഡ് ലോജിസ്റ്റിക് മാനേജറായി. പിന്നെ അതിൽ നിന്നും എനിക്ക് സ്ഥാനം കയറ്റം കിട്ടി, ഒരു ഓപ്പറേഷൻ മാനേജറായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. എത്ര വർഷം വർക്ക് ചെയ്തു? അവിടെ ഒരു 9 കൊല്ലം വർക്ക് ചെയ്തു. 2009 വരെ. 2009 വരെ അവിടെ വർക്ക് ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പ്രൊഫഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലൊരു ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. എവിടെ പോയാലും ഒരു സാധനം കണ്ട അത് എന്താണ്, അത് എവിടെ നിന്നാണ് വരുന്നത്. അത് മാത്രമല്ല, ഡെയിലി നമ്മൾ എത്രയോ സപ്ലയേഴ്സ് കാണുന്നുണ്ട്, എത്രയോ ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബിസിനസ് ലൈനിലേക്ക് എൻ്റെ മോട്ടിവേഷൻസ് തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഈ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ഏത് വർഷം? അത് 2005. അത് ഷാർജ ആസ്ഥാനമാക്കിയിട്ട് അതിൽ നമ്മളെ കൂടെ സഹായിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് നിയാസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് ഉണ്ട്, എൻ്റെ പാർട്ട്നേഴ്സാണ്. പ്ലസ് ഇവിടെ നാസർ അൽ കൈബി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഹൈ പ്രൊഫൈൽ ഒരു ലോക്കൽ, ഈസ് ബേസ്ഡ് ഇൻ അജ്മാൻ. അയാളുടെ ഒരു സ്പോൺസർ ഇത് മാത്രമല്ല ഒരു നല്ല ഫ്രണ്ടും കൂടിയാണ്. എല്ലാ സഹകരണവും സപ്പോർട്ടും തന്നു. അങ്ങനെ അതിൽ നിന്ന് പല ഡിവിഷൻ, ഇപ്പോൾ നമുക്ക് പ്രൊഫഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അണ്ടറിൽ പ്രൊഫഷണൽ പാക്കിംഗ് സർവീസ് ഉണ്ട്, പ്രൊഫഷണൽ പാക്കേജിങ് സർവീസ് ഉണ്ട്, പ്രോഗ്രസീവ് പാക്കിംഗ് സർവീസ് ഉണ്ട്, ഈ വേറെ ഹൗസ് ഹോൾഡ് ട്രേഡിംഗ് ബിസിനസ് ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റി. അതിൽ നിന്ന് 100 കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളെ ഈ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു ചാരിറ്റി ഓറിയൻറ്റഡ് സർവീസ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിശ്ചയരായിട്ട് നിൽക്കുന്ന പല ആൾക്കാരും പല പ്രശ്നങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും വേണ്ടി നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളൊരു കൂട്ടായ്മയിലിരുന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൗകര്യങ്ങളും നമ്മളെ കൊണ്ട് വിത്തിൻ അവർ ലിമിറ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ബ്രദർ പറയുന്ന ഒരു വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അനുജൻ ഈസ് വർക്കിംഗ് റെയിൽവേയിൽ നല്ലൊരു മാനേജർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈസ് ഗെറ്റിംഗ് വോളണ്ടറി റിട്ടയർമെൻറ്റ് മേടിച്ചിട്ട് ഇന്ന് ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ചാരിറ്റി ഇൻസാനിയത്തുൽ ഇസ്ലാം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഞങ്ങൾ ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കി. അതിൽ കണ്ടമാനം ആൾക്കാരുടെ സഹായങ്ങളുണ്ട്. ബ്രദറിൻ്റെ പേര് മലക് മുഹമ്മദ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടേറെ പ്രവാസികൾ അതിന് സപ്പോർട്ടും സഹായം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇഷ്ടംപോലെ ക്യാൻസർ പേഷ്യൻറ്റ്. എനിക്കതിൽ കാര്യങ്ങളെന്ന് കേൾക്കുമ്പോൾ ഒരു നേരം ഒരു കീമോ 450 രൂപ ഒരു കീമോ ക്യാൻസറിന് കിട്ടാൻ പറ്റാത്ത എത്രയോ പാവങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഇത് ദൈവത്തിൻ്റെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മതിയാവില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനിച്ച 2 പേരും നമ്മുടെ മാതാപിതാക്കളാണ് തന്നെ. തീർച്ചയായിട്ടും സാമൂഹിക പ്രവർത്തകനും ഒരു നാടിൻ്റെ എല്ലാവർക്കും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് താങ്കളുടെ പിതാവ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഒരിക്കലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫാദർ മാത്രമായിരുന്നില്ല, ഒരു നല്ല കളിക്കൂട്ടുകാരനായിരുന്നു,
നല്ലൊരു അഡ്വൈസറായിരുന്നു, നല്ലൊരു മാസ്റ്ററായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഷട്ടിൽ അടിക്കാനൊക്കെ പോകാറുണ്ട്. ഒരിക്കലും എന്നെ എൻ്റെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു വാക്ക് പോലും തള്ളി പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ യാത്ര തെറ്റി വരുമ്പോഴും ഓടി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ചോദിക്കും, എൻ്റെ വാക്കുകൾ കൊണ്ടോ, ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ചോദിക്കും, എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ താങ്കൾ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ലടാ മോനെ, നിന്നെപ്പോലെ ഒരു മോനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്ന് പറയും. എപ്പോഴും പറയുന്നൊരു വാക്കാണ്. നിന്നെപ്പോലെ ഒരു മോനെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറയും. ജീവിച്ചിരിക്കുന്നത്തോളം കാലം എന്നെ കൊണ്ട് എത്ര എൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഒരു 3-3.5 കൊല്ലം ആയി മരിച്ചിട്ട്. ഓരോ നിസ്കാരത്തിലും ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ മദറും എപ്പോഴും ഞാൻ ഇന്നും മദർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഷീസ് നൗ 76. അപ്പോൾ വീട് സെറ്റപ്പ് അതന്നെ, ജോലിക്ക് ആൾക്കാർ, ഡ്രൈവേഴ്സ്, സെറ്റപ്പ്, കാർ, എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഡെയിലി വിളിക്കും. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ വാക്ക് വായിന്ന് വരുന്നത്, മോനെ നിനക്ക് പഠിച്ച 100 വയസ്സ് തരട്ട്, 100 ആയുസ് തരട്ട്, നിൻ്റെ മക്കളെ പഠിച്ചോ നന്നാക്കി വെക്കിട്ട്. അങ്ങനെ എപ്പോഴും പ്രാർത്ഥനകൾ, നല്ലത് മാത്രം കേൾക്കുന്ന ഒരു സാഹചര്യം. അതിനേക്കാൾ എനിക്ക് ജീവിതത്തിൽ വേറൊരു നേട്ടം എനിക്ക് ആവശ്യമില്ല. വിവാഹം കഴിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ, കോട്ടയം കാഞ്ഞിരപ്പള്ളി. പുള്ളിക്കാരി വന്നിട്ട് MSc BEd ആണ്. പേര് ഷൈനി സുൽത്താൻ. ഷീ ഈസ് വെരി വെൽ കോപ്പറേറ്റീവ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ പ്രയാസങ്ങളിലും എൻ്റെ ബുദ്ധിമുട്ടുകളിലും എനിക്കൊരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എത്ര കുട്ടികളാണ്? ഞങ്ങൾ വന്നിട്ട് 4 കുട്ടികൾ. മൂത്ത ആൾ ഫാസിൽ അഹമ്മദ് സുൽത്താൻ ഈസ് നൗ ഡൂയിങ് ദ 4th year MBBS. അയാൾ ഇവിടെയാണ് പഠിച്ചത്, ജെംസിൽ. ഇപ്പോൾ പാലക്കാട് പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ അഫ്സൽ അഹമ്മദ് സുൽത്താൻ. അയാളും ഇവിടെ 12th കഴിഞ്ഞിട്ടിപ്പോൾ ദുബായ് ഏവിയേഷൻ കോളേജിൽ, എമിറേറ്റ്സിൻ്റെ അവിടെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 3rd semester. തേർഡ് സൺ മുഹമ്മദ് അസീം സുൽത്താൻ ഈസ് ഡൂയിങ് 10th standard ഇൻ എമിറേറ്റ്സ് സ്കൂൾ. 4th ഡോട്ടറാണ് നാസിയ മറിയം സുൽത്താൻ. ഷീ ഈസ് ഡൂയിങ് 7th. നമ്മുടെ വിജയത്തിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ വലിയ പിന്തുണയാണ്. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് താങ്കളുടെ കുടുംബം? എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മക്കൾ, ഫാമിലി എല്ലാം ഉണ്ട്. ഇന്ന് വരെ എൻ്റെ കുട്ടികളും വൈഫും എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് മൈ ചിൽഡ്രൻ ആൻഡ് മൈ സ്പോസ്. ഞാൻ അവരോട് എങ്ങനെ പറഞ്ഞാൽ ശരിക്കും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, ലൈക്ക് എ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എ വെൽ എഡ്യൂക്കേറ്റഡാണ് ആൾ. പുള്ളിക്കാർ എല്ലാ കാര്യങ്ങളിലും ഡിസ്കസ് ചെയ്തിട്ട് എൻ്റെ വിളികളും എങ്ങനെ അത് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്ത് തരും. ബിസിനസ്സിലെല്ലാം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സുകളെല്ലാം പുള്ളിക്കാരുടെ പേരിലാണ്, ആസ് ഐ എം വർക്കിംഗ്, പുള്ളിക്കാരുടെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടുന്നുണ്ട്. അതിലുപരി എനിക്ക് പറഞ്ഞാൽ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, നല്ല വെൽ വിഷേഴ്സ്. അവരെ പ്രാർത്ഥനയും അവരെ സപ്പോർട്ടും അതൊരു വലിയ സ്ട്രെങ്ത് തന്നെ. ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യു ക്യാൻ ചീറ്റ് യുവർ ഫാദർ, യു ക്യാൻ ചീറ്റ് യുവർ മദർ, ബട്ട് ആരെയും പറ്റിക്കാൻ പറ്റാത്ത 24 hours റെക്കോർഡിംഗ് ഉള്ള ഒരാൾ മുകളിലുണ്ട്. സോ ഡു ദ തിങ്സ്. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എൻ്റെ മോൻ ഒരു ഡോക്ടർ ആവുന്നതോ എഞ്ചിനീയർ ആവുന്നതോ ഇറ്റ് ഈസ് നോട്ട് ടു ബി സ്പെഷ്യലൈസ് ഫോർ മീ. ഐ വാണ്ട് ദം ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. ഒരു നല്ല മനുഷ്യനാകാൻ പറ്റിയില്ലെങ്കിൽ, നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമ ആകാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ഡോക്ടർ ആവുന്നതുകൊണ്ട്, ഒരു എഞ്ചിനീയർ ആവുന്നതുകൊണ്ട് ഈസ് നോട്ട് ടു ബി യൂസ്ഫുൾ ഫോർ ദ കമ്മ്യൂണിറ്റി. ഇന്ന് താങ്കൾ ഖലീഫ സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ്, അതോടൊപ്പം കൺസൾട്ടൻ്റാണ്, അതോടൊപ്പം തന്നെ താങ്കളൊരു ബിസിനസ് രംഗത്തുമുണ്ട്. രണ്ടും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആസ് എ എംപ്ലോയി എന്ന നിലയിലും ആസ് എ എംപ്ലോയർ എന്ന നിലയിലും രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? അത് ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവഡേയ്സ് എവറിത്തിങ് ഓൺ ദ മീഡിയ, നെറ്റ് ഫെസിലിറ്റീസുകൾ, ഫോണ്, മൊബൈൽ എല്ലാം ഉണ്ട്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, ഐ ആം നോട്ട് മിക്സിങ് വിത്ത് മൈ ബിസിനസ് വിത്ത് മൈ കരിയർ. അത് ഡിഫറെൻ്റാണ്. ഐ ആം ഫുള്ളി ഡെഡിക്കേറ്റഡ് വിത്ത് മൈ ജോബ്. എന്ന് പറഞ്ഞാൽ അതിൽ 100% എൻ്റെ ഫാദർ പഠിപ്പിച്ച് ആ ജോലിയിൽ ഞാൻ 100% പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എന്നോട് നാളെ ഒന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു അവസരം ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എൻ്റെ 27 years കരിയറിൽ. എവറിത്തിങ് ടു ബി പ്രിപ്പയർ ഇൻ അഡ്വാൻസ്. എനിക്കൊരു എന്താ കരിയറെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെക്കുറിച്ചോ എന്ത് വന്നാലും അതിനുള്ള റെഡി ആൻസേഴ്സും കാര്യങ്ങളും സെറ്റപ്പ് എവറിത്തിങ്. എൻ്റെ ഒരു സ്വഭാവം എന്താ പറഞ്ഞാൽ, എവറിത്തിങ് ഐ ആം ഡൂയിങ് ഇൻ അഡ്വാൻസ്. ഇപ്പോൾ ഒരു ഡിസംബറിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ആം ആൾവേസ് പ്രിപ്പയർ ടു ഫിനിഷ് ഇറ്റ് ഇൻ നവംബർ. അങ്ങനെ ഒരു
പ്രീ പ്ലാനിങ് എല്ലാ കാര്യത്തിലും. ഞാൻ ഈ ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ ജോലിയുടെ ആയാലും വീട്ടിലുള്ള കാര്യങ്ങളായാലും ശരി എല്ലാം എനിക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. അത് തന്നെ ഒരു എക്സാമ്പിൾ താങ്കൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു 9 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടാവും. ചില ആൾക്കാർ 8 മണിക്ക് ഇവിടെ നിന്ന് ലഗേജ് എടുത്തിട്ട് ഓടുന്ന ആൾക്കാരുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം എന്താ പറഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് എ ഫ്ലൈ, വി ഹാവ് ടു ഫ്ലൈ ഫോർ 9 o'clock. ആസ് പെർ ദ റൂൾസ് ഐ റീച്ച് ബൈ 6 o'clock in the airport. I put the luggage and everything. 3 o'clock relax and sit it. Why should you have to run? അപ്പോൾ എപ്പോഴും നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി നമ്മളിലേക്ക് വളർന്നു വന്നാൽ വി ആർ നോട്ട് ടു ബി ഇൻ ട്രബിൾ എനിവെയർ. അതുപോലെ ഈ ആസ് എ എംപ്ലോയർ എന്നുള്ള രീതിയിൽ ഞാൻ എന്താ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ സ്റ്റാഫുകളോട് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പേ ദ കറക്റ്റ് വേജസ് ഇൻ എ കറക്റ്റ് മെത്തേഡ്. അവരിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി നമുക്ക് ദേ ആർ നോട്ട് ഓൺലി മണി മോട്ടീവ്, അങ്ങനെ ഒരു മണി മോട്ടീവായിട്ടല്ല, നമ്മളെ ലിമിറ്റേഷൻ്റെ അകത്ത് നിന്നിട്ട് സ്റ്റാഫിന് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എല്ലാം ഒരു മാനസിക പരിഗണന അവർ കൊടുക്കും. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോഴേ അവർക്ക് നമ്മളോട് ഒരു സിൻസിയറിറ്റി ഉണ്ടാവുള്ളൂ, അതിനൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ എനി സക്സസ് ഓഫ് ദ ബിസിനസ് ബേസ്ഡ് ഓൺ ദ എംപ്ലോയി. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഏത് മേഖലയെ നമ്മൾ എടുത്താലും ദ ഹോണസ്റ്റി ആൻഡ് ക്രെഡിബിലിറ്റി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിസിനസ് അല്ല, നമ്മൾ ടോട്ടലി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എത്രത്തോളം നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ? ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റി എന്നുള്ളത് ഏത് കാലഘട്ടത്തും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഹോണസ്റ്റിയും ആ ക്രെഡിബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ മെയിനായിട്ട് വരേണ്ടത് ഗാഡ് ഫിയറിംഗ് ആണ്. ഗാഡ് ഫിയറിംഗ് ഇല്ലെങ്കിൽ ഹോണസ്റ്റിക്ക് അവിടെ നോ ക്വസ്റ്റ്യൻ ഓഫ് ഹോണസ്റ്റി. ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ നാളെ വേണമെങ്കിൽ എത്ര മില്യൺസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വി ഹാവ് ടു മൂവ് എ റോങ് വേ, അത് വിച്ച് ഈസ് നോട്ട് ടു ബി അക്സെപ്റ്റബിൾ ഫോർ മീ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഓരോ രീതിയിലുള്ളൊരു വിശ്വാസവും ആദർശവും ഉണ്ടാവും. സോ ഐ വോണ്ട് ഗെറ്റ് ദ മണി ഫ്രം ദ ഇൻട്രസ്റ്റ്, ഐ വോണ്ട് ഗെറ്റ് ദ മണി ഫ്രം ദ ബാർ. അപ്പോൾ ഓരോ ആൾക്കാരിനും ഓരോ രീതിയിലുണ്ട്. ഈ ഹോണസ്റ്റി എന്നുള്ളത് ഗാഡ് ഫിയറിംഗ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഹോണസ്റ്റി വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദ ലൈഫ്. എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മളോട് നല്ല മോശം, ഹൗ വി ആർ ടു ബി വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയെന്ന് നോക്കാം, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയെന്നുള്ളത് ചിന്തിക്കരുത്. ഇപ്പോൾ താങ്കൾ നാളെ എന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് യു ആർ ബിഹേവിംഗ് വിത്ത് മീ ഒരു വെരി ബാഡ് വേ, ദ ഡേ ആഫ്റ്റർ ഐ ആം സീയിങ് ഐ വിൽ ഗിവ് ദ ഹാൻഡ്സ് ഫോർ യു. ഐ എം നോട്ട് ഡിപ്ലോമാറ്റിക്കലി ഐ എം വിന്നിങ്. അങ്ങനെ ആയിരിക്കണം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ആർ ഗെറ്റിംഗ് ദ നെഗറ്റീവ് ഇമ്പാക്ട് ആൻഡ് ഫെയില്യൂർ ആൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേയിൽ തിങ്ക് ചെയ്യുന്നത്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ എവറിത്തിങ് ഇൻ ഓപ്റ്റിമിസ്റ്റിക് വ്യൂ. നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ നമ്മളോട് ഒരു വളരെ നമുക്ക് ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു പരിപാടി അയാളുടെ നിന്ന് ഉണ്ടായി, അപ്പം നമ്മൾ വെൻ യു ആർ ഗോയിങ് ആൻഡ് അപ്പോസ്റ്റ് ഇറ്റ് വിൽ ഗീവ് എ നോ പീസ് ഓഫ് മൈൻഡ് ഫോർ യു. അവൻ മറക്കാനും അവരോട് പൊറുക്കാനും പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ പഠിച്ച ഒരു കാര്യമുണ്ട്, എർഹമു മൻഫില്ലർ എർഹമു ക മൻഫിസമ. ഈ ഭൂമിയിൽ മനുഷ്യരോട് കരുണ കാണിക്കാത്തവനോട് ആകാശത്തിൻ്റെ മനുഷ്യൻ കരുണ കാണിക്കില്ല. ഇത് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, എല്ലായിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ തത്വങ്ങളാണ് പറയുന്നത്. മറ്റുള്ളവരോട് പൊറുക്കാനും ക്ഷമിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് പീസ് ഓഫ് മൈൻഡ്. നൈറ്റ് 10 മണിക്ക് ഞാൻ ബെഡിൽ പോയി കിടക്കുന്നു പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും. സോ ഐ ആം നോട്ട് തിങ്കിങ് അബൌട്ട് ടുമോറോ. എൻ്റെ മനസ്സിൽ വിദ്വേഷങ്ങളില്ല, ആരോടും വെറുപ്പും ഇല്ല. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ഏത് വെയിലെടുത്താലും എനിക്കറിയില്ല എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ നിയർലി 7 ബില്യൺ ആൾക്കാരുണ്ട്. ഈ 7 ബില്യണിൽ ഏറ്റവും മോശമായ മനുഷ്യൻ ഞാനാണെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിനോട് പറയുന്നത് ഞാൻ നല്ല ആളെന്നോ ചാരിറ്റി നടത്തുന്നുണ്ടോ അല്ല കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ള ചിന്തയില്ല. ദൈവമേ, ഞാൻ എന്നിട്ട് 7 ബില്യൺ ആൾക്കാരിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ഞാനാണ്, അതുകൊണ്ട് നീ എനിക്ക് കരുണ കാണിക്കണേ, എന്നോട് കാരുണ്യം ചൊരിയണേ. അങ്ങനെയുള്ള പ്രഖ്യാപനത്തോടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തിനാ മറ്റുള്ളവരുടെ വിദ്വേഷം തോന്നുന്നുണ്ട്? വൈ ഷുഡ് ബി വി ഹാവ് ടു എനിമിറ്റി വിത്ത് അതർ പീപ്പിൾ? ഞാൻ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയും, എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്, ആരുടെ ഡോക്യുമെൻറ്റ് എൻ്റെ വണ്ടിയിലുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വിളിച്ച് പറയും, ഇന്ന ആളെ പാസ്പോർട്ട് എൻ്റെ വണ്ടിയിലുണ്ട്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗിവ് സംതിങ് മണി ടു സംബഡി. എന്താ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. സേ ഓൺ ദി വേ ഫ്രോം അബുദാബി ടു ഹിയർ, ദ വേ എനിത്തിങ് മേ ഹാപ്പൻ. ശരിയല്ലേ? നമ്മൾ പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ പൊട്ടിപ്പോകുന്ന നീർക്കുമിളി പോലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. എപ്പോൾ ആണെങ്കിൽ എന്ത് സംഭവിക്കാം. ഇതിലെന്താ പറഞ്ഞാൽ എപ്പോഴും ഞാൻ മരണം എന്ന് പറയുന്നതിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 ഗുണങ്ങൾ നമുക്കുണ്ടാവും. ഒന്ന്, എപ്പോഴും വെൻ യു ആർ തിങ്കിങ് അബൌട്ട് ദാറ്റ് വൺ ഡേ യു ഹാവ് ടു ലീവ് ഫ്രം ദിസ് വേൾഡ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടും. 2ാമത്, മറ്റുള്ളവരോട് പൊറുക്കാനും ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവും. 3ാമത്തത്, എന്തെങ്കിലും നമ്മളുടെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പഠിച്ചവനോട് പശ്ചാത്താപിക്കും. ഇതിന് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ആസ് പെർ ഓൾ ദ റിലീജിയൻ. എല്ലാ മനുഷ്യജാലങ്ങളും ഒരു ദിവസം എന്ത് ചെയ്യും?
ഈ മരണത്തെ രുചിച്ചിരിക്കും. ആരും ചിരഞ്ജീവിയല്ല. അല്ല, ഇറ്റ് ഈസ് എയ്തർ ടു ബി ടുഡേ ഓർ ടുമോറോ. സഹജീവികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം? അവശത അനുഭവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ സഹജീവികളോടുള്ള നമ്മുടെ സമീപനം അതെങ്ങനെ ആയിരിക്കണമെന്നാണ് താങ്കളോട്? ഞാനത് പറഞ്ഞ ഇപ്പം ഞങ്ങൾ ഈ ബിൽഡിങ്ങിൽ ഒരു 10-50 മലയാളി ഫാമിലി ഉണ്ട്. ഞങ്ങൾ നന്മ അയൽക്കൂട്ടം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടാക്കി. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് എത്രയോ കുടുംബങ്ങൾ ഇവിടെ ഗൾഫിൽ തന്നെ ഉണ്ട്. താങ്കൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടെന്ന് ഞാൻ എന്താ പറഞ്ഞാൽ ഈ ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അറിയുന്ന പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്ത, ഒരു നേരം ഭക്ഷണം ഇല്ലാത്ത, ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ട്, ഭാര്യയ്ക്ക് വീട്ടിലിരുന്ന് കരയേണ്ട, കുട്ടിക്ക് സ്കൂളിൽ ഫീസില്ലാത്ത എത്രയോ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അതേസമയത്ത് ആർപ്പാടമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന വേറൊരു സെഗ്മെൻറ്റും ഉണ്ട്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഇവർ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് അനുഭവിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഇതേ സ്ഥിതി നാളെ നമുക്കും വരാം. എന്താ പറഞ്ഞാൽ എൻ്റെ ബ്രദർ പറഞ്ഞു തന്ന ആ ഒരു വാക്കാണ് എപ്പോഴും ഞാൻ മനസ്സിലുണ്ടെന്നത്. വി ആർ ലിവിങ് വൺസ്, വി ആർ ടു ഡു സംതിങ് ഫോർ അതേഴ്സ്. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഡു സംതിങ് വെയർ അതർ പീപ്പിൾ ഡെയർ ടു ഡു. പറഞ്ഞാൽ മറ്റുള്ളവർ വിഷമിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, എവിടെയെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ ഒരു ഫ്ലഷ് അടിക്കാൻ ആരെങ്കിലും മറന്നു പോയാൽ അത് അടിച്ചുവിടാൻ മടിക്കുന്ന ഒരാൾക്കാരാണ് നമ്മളെ മെൻറ്റാലിറ്റി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ പോകുമ്പോൾ നമ്മളൊരു കാര്യങ്ങൾ മോശമായിട്ട് കണ്ടു, അവർ ബാത്റൂം വന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വന്നാൽ നമുക്ക് അതിലെന്താ പറഞ്ഞാൽ നമുക്കതിൽ മനസ്സുകൊണ്ടൊരു തൃപ്തി കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതിലൊരു അറയ്ക്കുന്ന, അതിൽ പറഞ്ഞാൽ അവർക്ക് അതിലൊരു ലജ്ജ തോന്നുന്ന കാര്യങ്ങളാണ്. ഇന്ന് എത്രയോ കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നേരം ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ മില്യൺസ് പൊട്ടിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. അതേസമയത്ത് ഇവരൊക്കെ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താ പറഞ്ഞാൽ ഇവരൊന്ന് RCC വിസിറ്റ് ചെയ്യണം, റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത്. അവിടെ കിടന്ന് നരയിക്കുന്ന കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ആ രോഗികളുടെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. ഒരു നേരം ഒരു കീമോക്ക് 450 രൂപ ഇല്ലാത്ത ആൾക്കാർ, ഒരു കിഡ്നി ഡയാലിസിസിന് 750 രൂപ ഇല്ലാത്ത ആൾക്കാർ. ഞാൻ പറഞ്ഞാൽ ഇവിടെ എൻ്റെ മക്കൾക്ക് ഒരിക്കലും ഒരു ബർത്ത്ഡേയോ ഒരു ആഘോഷങ്ങളോ ഞാൻ ഒന്നും നടത്തില്ല. ഞാൻ പറഞ്ഞാൽ വൈ ഷുഡ് ഐ ഹാവ് ടു ഡു. ഞാൻ എന്താ ചിന്തിക്കുന്ന പറഞ്ഞാൽ ആ ബർത്ത്ഡേ വരുമ്പോൾ ഒരു എമൗണ്ട് അലോട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഓൺ ചാരിറ്റി സെൻ്ററിലുണ്ട്. അതിൽ ഒരു 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു 85 ഹാർട്ട് സർജറി ഞങ്ങളെ കൊണ്ട് നടത്താൻ പറ്റി. ഒരു 125 ക്യാൻസർ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എല്ലാവരും കൂടെ ഉള്ള സപ്പോർട്ടോടു കൂടെ ഉള്ളതാണ്. താങ്കളുടെ കഴിഞ്ഞുപോയ ആ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതുവരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംതൃപ്തി തന്നെയാണ്. തീർച്ചയായിട്ടും നന്ദി ദൈവത്തിനോടും എന്നും കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞില്ല, 1500 കൊല്ലം ദൈവത്തിന് സ്തുതി ചെയ്താലും മതിയാവില്ല, അത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഐ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ ടു മൈ ഗോഡ് ആൻഡ് ദ കൺട്രി who provide such opportunity for me. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഐ ലൈക്ക് ദിസ് കൺട്രി മോർ ദൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള സുരക്ഷിത്വം. ഞാൻ പറഞ്ഞു ഇപ്പോൾ 12 മണിയല്ല 2 മണിക്ക് നമുക്ക് ഫാമിലി ആയിട്ട് ഇവിടെ കറങ്ങിയിട്ട് വരാൻ പറ്റും. ആരും നമ്മൾ ഒന്നും ചെയ്യില്ല. ഈവൻ ഇഫ് യു ആർ ഗോയിങ് ടു കൊച്ചിൻ 6 o'clock 6:30 all the shop will be closed. As a lady she can't walk alone in the road. നടക്കില്ല, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് സുരക്ഷിതമുണ്ട്, എല്ലാ ഫ്രീഡമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ജീവിതത്തെ അനുഭവിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ മണ്ണിനോട് എന്നും കടപ്പാടും നന്ദിയും ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് കഴിയുന്ന ഒരു 350 കുടുംബങ്ങൾ എന്നെ ചുറ്റി ജീവിക്കുന്നുണ്ട്. എൻ്റെ കഴിവല്ല, ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് മൈ കേപ്പബിലിറ്റി ഓർ ക്രെഡിബിലിറ്റി, ഇറ്റ് ഈസ് സോൺലി ഫ്രം ദ ഗോഡ്. ഞാൻ ഒരു കാറ്റലിസ്റ്റാണ്. സയൻസിൽ പറയും കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കണക്ട് ചെയ്ത് വിട്ടിട്ട്, കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ആൾട്ടേഴ്സ് ദ സ്പീഡ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. ഞാൻ ഓൺലി കണക്ടിവിറ്റിയാണ്. ഇതെല്ലാം മോഡേൺ ഒരാൾ ചെയ്യുന്നതാണ്. ഇന്ന് ഇത്രയും കുടുംബങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്, അവരുടെ പ്രാർത്ഥന ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ ആൾക്കാരെ സഹായം, സപ്പോർട്ട്, മനസ്ഥിതിയും അതുകൊണ്ട് അവരോട് എന്നും നന്ദിയും കടപ്പാടും ഉണ്ടാവും ദൈവത്തിന് ശേഷം. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഒരുപാട് കാര്യങ്ങൾ സുൽത്താൻ ഹാമിദ് എന്ന വ്യക്തിയിലൂടെ, ഒരു ബിസിനസ്സുകാരനിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് നന്മകളാണ് താങ്കൾ ഷെയർ ചെയ്തത്. അത് ജീവിതത്തിലുടനീളം നമുക്ക് എല്ലാവർക്കും കാത്തു സൂക്ഷിക്കാൻ കഴിയുമാറാകട്ടെ. മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് നന്മകൾ നിറഞ്ഞ വഴിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.